കരാറുകൾ അറബിയിൽ നിർബന്ധം. തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം. ഒമാനും ഇറാഖും സഹകരണം ശക്തമാക്കും. വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. ഒമാൻ വെറ്ററൻസ് ക്രിക്കറ്റ് ലീഗ് സീപ് സ്റ്റാർസ് ചാമ്പ്യന്മാർ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ പുതിയ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 33 പ്രകാരം തൊഴിൽ കരാറുകൾ നിർബന്ധമായും രേഖാമൂലവും അറബി ഭാഷയിലുമാക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും മുന്നറിയിപ്പ് നൽകി. ഒപ്പിട്ട തൊഴിൽ കരാറിന്റെ 2 പകർപ്പുകൾ തയ്യാറാക്കി തൊഴിലുടമയും തൊഴിലാളിയും ഓരോ പകർപ്പ് വീതം സൂക്ഷിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അറബിക്ക് പുറമെ മറ്റ് ഭാഷകളിലും കരാറുകൾ തയ്യാറാക്കാമെങ്കിലും മന്ത്രാലയം അംഗീകരിച്ച അറബി പതിപ്പ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. നിയമപരമായി ഇരു പതിപ്പുകൾക്കും തുല്യ സാധുത ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. തൊഴിലുടമയുമായി രേഖാമൂലമുള്ള തൊഴിൽ കരാർ നിലവിലില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും തൊഴിലാളികൾക്ക് തങ്ങളുടെ അവകാശവാദങ്ങളും ആനുകൂല്യങ്ങളും നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മറ്റു തെളിവുകൾ വഴി തെളിയിക്കാൻ അവകാശമുണ്ടായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സുൽത്താനേറ്റിലെ നിയമപ്രകാരം തൊഴിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി എല്ലാ തൊഴിൽ കരാറുകളും ബന്ധപ്പെട്ട യോഗ്യതയുള്ള അധികാരി സാക്ഷ്യപ്പെടുത്തിയിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഒമാനും ഇറാഖും തമ്മിലുള്ള സഹകരണ ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ അറിയിച്ചു. ഇറാഖ് വിദേശകാര്യമന്ത്രിയായി വീണ്ടും നിയമിതനായ ഡോക്ടർ ഫുവാദ് ഹുസൈനെ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ടെലിഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. നയതന്ത്രപരമായ പുതിയ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി നിർവഹിക്കാനും ഇറാഖിന്റെ വിദേശ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഡോക്ടർ ഫുവാദ് ഹുസൈൻ ആശംസ കൈമാറി. ഒമാനും ഇറാഖും തമ്മിലെ സാഹോദര്യ ബന്ധത്തെ ഇരു മന്ത്രിമാരും ചർച്ചയിൽ എടുത്തു പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സംയുക്ത താൽപര്യം സംഭാഷണത്തിൽ ആവർത്തിച്ചു. പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളും മറ്റു പ്രധാന വിഷയങ്ങളും ഇരുവരും വിലയിരുത്തി. ഒമാൻ ക്രിക്കറ്റ് അക്കാദമി സംഘടിപ്പിച്ച വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ മലയാളി താരം വിനു മാത്യു നയിച്ച സീപ് സ്റ്റാർസ് കിരീടം നേടി. ആവേശകരമായ ഫൈനലിൽ മസ്കത്ത് ക്യാപിറ്റൽസിനെ സൂപ്പർ ഓവറിലാണ് സീപ് സ്റ്റാർസ് കീഴടക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത സീപ് സ്റ്റാർസ് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് നേടി. മുൻ കേരള രഞ്ജി താരം പ്രശാന്ത് ചന്ദ്രൻ 35 റൺസുമായി ടോപ്പ് സ്കോററായി. 147 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ മസ്കത്ത് ക്യാപിറ്റൽസ് ഒരു വേള 37 റൺസ് 4 വിക്കറ്റുമായി പതറിയെങ്കിലും 6ാമനായി ക്രീസിലെത്തിയ ഒമാന്റെ മുൻ ദേശീയ നായകൻ ഹോമൽ മെഹ്തയുടെ കൂറ്റണികൾ തുണയായി. അവസാന ഓവറിൽ 3 പടി കൂറ്റൻ സിക്സറുകൾ പായിച്ച് വിജയത്തിനടുത്തെത്തിയെങ്കിലും ജയിക്കാൻ 4 റൺസ് വേണ്ടിയിരുന്ന അവസാന പന്തിൽ 3 റൺസ് ഓടിയെടുക്കാനേ ഹേമലിന് സാധിച്ചുള്ളൂ. സൂപ്പർ ഓവറിൽ മസ്കത്ത് ക്യാപിറ്റൽസ് 10 റൺസ് നേടിയപ്പോൾ സീപ് സ്റ്റാർസ് 5 പന്തിൽ 11 റൺസ് നേടി അനായാസം ജയം സ്വന്തമാക്കി. ടൂർണമെന്റിൽ നിരവധി മലയാളി താരങ്ങളും ക്രിക്കറ്റ് പ്രേമികളും കുടുംബസമേതം പങ്കെടുത്തത് ശ്രദ്ധേയമായി. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വിജയത്തിന്റെ ആഘോഷവുമായി മസ്കത്ത് KMCC നാഷണൽ കമ്മിറ്റിയും തൃക്കരിപ്പൂർ മണ്ഡല കമ്മിറ്റിയും രംഗത്തെത്തി. ബർക്കയിലെ അൽ ഫവാൻ ഹാളിൽ നടന്ന വിജയാഘോഷത്തിൽ വിവിധ ഏരിയ കമ്മിറ്റികളിലെ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കേക്ക് മുറിച്ചും ലഡു വിതരണം ചെയ്തും പ്രവർത്തകർ സന്തോഷം പങ്കുവച്ചു. മുട്ടിപ്പാട്ടും ആഘോഷങ്ങൾക്ക് നിറം പകർന്നു. വിക്ടറി കോൺക്ലേവ് എന്ന പേരിൽ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ കുടുംബസമേതം 100ഓളം പ്രവാസികൾ പങ്കെടുത്തു. വിവിധ നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ UDFന്റെ വിജയത്തെ പ്രവർത്തകർ ആഘോഷിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.